വെറ്റിനറി കോളേജിലെ ജയസിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപും ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണ നടന്നെന്ന് ആന്റി റാഗിംഗ് സെൽ 2019ലും 2021ലും ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സമാന സംഭവം നടന്നെന്നാണ് കണ്ടെത്തൽ. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ട വിചാരണ. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അന്ന് 13 കുട്ടികൾക്കെതിരെ സർവകലാശാല നടപടിയെടുത്തെങ്കിലും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്, ഗുഡ് മോർണിംഗ്. ഈ സിദ്ധാർത്ഥിന്റെ വാർത്ത പറയുമ്പോഴൊന്നും നമുക്കത് അത്ര നല്ല പ്രഭാതം എന്ന് പറയാൻ കഴിയാറില്ല. ഉള്ളിലൊരു വേദനയോടെ മാത്രമേ ആ വിഷയം നമുക്ക് സംസാരിക്കാൻ തന്നെ കഴിയൂ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇതിനു മുൻപും ഇത്തരം സമാനമായ വിചാരണകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് അവിടെ. ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. എന്തായാലും ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ വഴിയിലാണ് നേരത്തെയും സമാനമായ രീതിയിൽ ഉള്ള സംഭവങ്ങൾ അവിടെ ഹോസ്റ്റലിലും ഒപ്പം തന്നെ കുന്നുംപുറത്തും പരിസര പ്രദേശങ്ങളിലുമായി 2 വിദ്യാർത്ഥികൾ കൂടി മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം പുറത്ത് വരുന്നത്. 2019ലും 2023 മെയ് മാസത്തിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 13 വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ സർവകലാശാല നടപടിയെടുത്തിരിക്കുകയാണ്. 4 വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് 1 വർഷത്തേക്ക് വിലക്കിയിട്ടുണ്ട്. 7 പേരുടെ സ്കോളർഷിപ്പും റദ്ദാക്കിയിട്ടുണ്ട്. 2 പേർക്ക് 1 വർഷത്തേക്ക് സസ്പെൻഷനും. അത്തരത്തിൽ 13 വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഈ പേരുവിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഈ അന്വേഷണ വഴിയിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ വിചാരണ ചെയ്ത് ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് 2019 ബാച്ചിലെയും 2021 ബാച്ചിലെയും വിദ്യാർത്ഥികളെയാണ്. ഇത് 2021 ബാച്ചിലെ വിദ്യാർത്ഥി ഇപ്പോഴും അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ആക്രമണം, ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. സീനിയർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണവും ആന്റി റാഗിംഗ് സെല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവം എല്ലാം തന്നെ പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ വഴിയിലാണ്. അധ്യാപകൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്ത് വരുന്നത്. സ്മിത, ക്രിസ്റ്റീന. ശരി, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുൻപും ഈ ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട് എന്നുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് ആന്റി റാഗിംഗ് സെൽ നടത്തിയിട്ടുള്ളത്. സുർജിത് അയ്യപ്പത്താണ് അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.